എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് ഫെബ്രുവരി 23 തിങ്കളാഴ്ച. ഫെബ്രുവരി മാസത്തിലെ ലാസ്റ്റ് വീക്ക് ഫസ്റ്റ് സെഷനായിരുന്നു. മാർക്കറ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഒന്നുമല്ല നടത്തിയത്. സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പിന് ശേഷം പതുക്കെ മുകളിലേക്ക് കയറുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്നിരുന്നാലും 150 പോയിന്റിന് താഴെ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നതും. പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം വീഡിയോ ഇന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇന്ന് പ്രധാനമായും PSU ബാങ്കുകളുടെയും അതുപോലെ ഹെൽത്ത് കെയർ സ്റ്റോക്കുകളുടെയും പിൻബലത്തിലാണ് മാർക്കറ്റ് ഒരു പിടിച്ചുകയറ്റം നടത്തിയതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പരസ്പര താരിഫുകൾ സുപ്രീം കോടതി നിയമവിരുദ്ധമാണെന്ന് വിധിച്ചതിനെ തുടർന്നാണ് വേൾഡ് ലെവലിൽ നിന്നുള്ള പോസിറ്റീവ് ക്യൂസുകളും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇക്വിറ്റികളെ സപ്പോർട്ട് ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം. US താരിഫുമായി ബന്ധപ്പെട്ട് ഇനി ബാധിക്കുന്ന മേഖലകൾ എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽസ്, അതുപോലെ ഫാർമസ്യൂട്ടിക്കൽസ്, ഡയമണ്ട്സ്, മെഷീനറീസ് തുടങ്ങിയ എക്സ്പോർട്ടിംഗ് ഇന്ത്യക്കാരായ എക്സ്പോർട്ടിംഗ് ആളുകളെയാണ് ചെറുതായെങ്കിലും ബാധിക്കാൻ സാധ്യതയുള്ളത്. മാത്രമല്ല US ഡോളറിൻ്റെ വീക്കും അതുപോലെ 10-year ബോണ്ട് ഈൽഡിലെ കുറവും വേൾഡ് മാർക്കറ്റിൽ ഒരു ലോങ് ടേം ബേസ് ഒരു വാർണിങ്ങിന് സാധ്യതയുണ്ട്. മറ്റൊന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. AI മൂലമുള്ള തടസ്സത്തെക്കുറിച്ചുള്ള പരിഹരിക്കപ്പെടാത്ത ആശങ്കകളിൽ നിന്ന് IT ഇൻഡെക്സ് ഇന്നും വളരെയധികം സമ്മർദ്ദം നേരിട്ടു. എന്നിരുന്നാലും ബാങ്കുകൾ, ഇലക്ട്രിക്, FMCG, കൺസ്യൂമർ ഡ്യൂറബിൾ സ്റ്റോക്കുകൾ എന്നിവയ്ക്കെല്ലാം ഡിമാൻഡും എക്കണോമി റിക്കവറിയും പ്രതീക്ഷിച്ച് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 0.55% ഉയർന്നിരിക്കുന്നത്. 141 പോയിന്റ് 25,713 ക്ലോസ് ചെയ്തു. സെൻസെക്സ് അതുപോലെ തന്നെ 0.58% ഉയർന്നത്. 479 പോയിന്റ് പോസിറ്റീവിൽ 83,294 ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 0.15% മാത്രമാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി പെർഫോമൻസ് ആയത്. 92 പോയിന്റ് മാത്രം 61,264 ക്ലോസ് ചെയ്തു. ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഒരു മിക്സഡ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഇന്ന് നടത്തിയിരിക്കുന്നത്. മിഡ് ക്യാപ്പ് 0.43% ഇടിയുകയാണ് ചെയ്തത്. എന്നാൽ സ്മോൾ ക്യാപ്പ് 0.29% പോസിറ്റീവിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെക്ടറൽ വേസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി PSU ബാങ്കും ഹെൽത്ത് കെയറുമാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. 1.36% മുതൽ 1.3% വരെയാണ് ഇവ ഉയർന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നിഫ്റ്റി IT ആണ് ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചത്. ക്വാളിറ്റി വാൾസ്, അതുപോലെ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ഇൻഫോസിസ്, വിപ്രോ, ടെക് മഹീന്ദ്ര, സിപ്ല തുടങ്ങി 17 സ്റ്റോക്കുകളാണ് ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അദാനി പോർട്സ്, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, ഡോക്ടർ റെഡ്ഡീസ്, HDFC ലൈഫ് ഇൻഷുറൻസ്, നെസ്ലെ ഇന്ത്യ തുടങ്ങി മുൻനിരയിൽ നിന്നുകൊണ്ട് ബാക്കി 33ഓളം സ്റ്റോക്കുകൾ ഇന്ന് ഗ്രീനിലും ക്ലോസ് ചെയ്തു. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റി ഇന്ന് 25,700 അടുത്താണ് സെഷൻ അവസാനിപ്പിച്ചിരിക്കുന്നത്. 25,600 ഇൻട്രാഡേ സപ്പോർട്ട് സോണിൽ നിന്ന് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു റിക്കവറി നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നിർണായകമായ 25,770, 25,800 റെസിസ്റ്റൻസ് ബാൻഡിനടുത്താണ് നിൽക്കുന്നത്. അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് 25,770, 25,800 ഈ റേഞ്ച് തുടരുന്നുണ്ട്. 25,800 മുകളിലുള്ള ഒരു നിർണായക ബ്രേക്കൗട്ട് 26,000-ലും അതുപോലെ തന്നെ 26,300-ലേക്കുമൊക്കെ എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് സപ്പോർട്ട് 25,600-ഉം അതുപോലെ തന്നെ 25,500-ലും ആക്റ്റ് ആയിട്ടുണ്ട്. ഈ 25,500 എന്നുള്ള ഈ ഒരു ലെവലിന് താഴേക്ക് പോവുകയാണെങ്കിൽ 25,400 അതുപോലെ 25,350 ഈ ഒരു റേഞ്ചിലേക്കൊക്കെ വരാനുള്ള സാധ്യത കാണുന്നു. മൊത്തത്തിൽ നിഫ്റ്റി ഒരു പോസിറ്റീവ് ബയാസോട് കൂടിയിട്ട് ഒരു കൺസോൾട്ടേഷൻ ഘട്ടത്തിലാണ് തുടരുന്നത്. ഇവിടെ
25,700, 25,750. ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ മുകളിലേക്ക് പോകാനുള്ള ടെൻഡൻസിയാണ് കാണിക്കുന്നത്. അതേസമയം 25,800 ക്ലിയർ ചെയ്യാൻ കഴിയാത്തത്, ഇതിൻ്റെ റേഞ്ച് ഷോർട്ട് ടൈമിൽ 25,800 ടു 25,500 ഈ ഒരു റേഞ്ചിൽ ട്രേഡ് നടക്കാനുള്ള സാധ്യതയാണ് കാണാൻ കഴിയുന്നത്. ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തിരിക്കുന്നത് നമ്മുടെ റെസിസ്റ്റൻസ് ലെവലിന് താഴെയുമല്ല, കൃത്യം സ്പോട്ടിലാണ്. 25,678.70 നമ്മുടെ റെസിസ്റ്റൻസ് ലെവൽ. 25,678. അതിനുശേഷം ആ 15 മിനിറ്റ് ടൈം ഫ്രെയിം താഴേക്ക് വന്ന് തുടർന്ന് മുകളിലേക്ക് തന്നെ പോവുകയാണ് ചെയ്തത്. പിന്നീട് അവിടെ നിന്ന് കുറേശ്ശെ ഇറങ്ങി ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇന്ന് നിഫ്റ്റി കടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ഇതിൽ എൻട്രി സാധ്യമായിട്ടില്ല. ഓക്കെ, നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എൻട്രി ഇന്ന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. നാളെ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് 25,770 എന്നുള്ളത് മാർക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ സപ്പോർട്ടായിട്ട് 25,640 മാർക്ക് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിൽ ഈ 2 ലെവലുകൾ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോഴും നമ്മുടെ സപ്പോർട്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും ഇടയിലാണ് ഇന്ന് ട്രേഡ് നടന്നിരിക്കുന്നത്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും ഇന്നൊരു എൻട്രി ലഭിച്ചിട്ടില്ല. നമുക്ക് നാളെ വാച്ച് ചെയ്യാനായിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ഈ ഒരു ഏരിയ തന്നെ വെച്ച് നോക്കാവുന്നതാണ്. 61,390. സപ്പോർട്ടായിട്ട് 60,950 തന്നെ വാച്ച് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഓക്കെ, അപ്പോൾ 60,950 സപ്പോർട്ടും 61,390 റെസിസ്റ്റൻസും നാളെ ബാങ്ക് നിഫ്റ്റിയിലും വാച്ച് ചെയ്യാം. ഈ 2 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.